ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പിയൂൺ അസിസ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അറ്റൻഡർ വിഭാഗത്തിൽ 2/5/2014 ചോദിച്ച ഒരു എക്സാമിൻ്റെ ഒരു 50 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സോൾവ് ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള 50 ക്വസ്റ്റ്യൻ നമുക്കിന്ന് നോക്കാം. ആദ്യ ക്വസ്റ്റ്യൻ, കൊച്ചി മെട്രോയുടെ ഉപദേശകൻ ആര്? കൊച്ചി മെട്രോയുടെ ഉപദേശകൻ ഇ ശ്രീധരനാണ്. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരനാണ് കൊച്ചി മെട്രോയുടെ ഉപദേശകൻ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല. ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ എഴുതപ്പെട്ട ഭരണഘടന. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ സ്വന്തം ഇന്ത്യയുടേതാണ്. വിശ്വനാഥൻ ആനന്ദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ് കളിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ്. 2012 ഒളിമ്പിക്സ് നടക്കുന്ന രാജ്യം ലണ്ടൻ. 2012 ലണ്ടനിലായിരുന്നു ഒളിമ്പിക്സ് നടന്നത്. തെലുങ്കാന ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് രൂപീകരിക്കപ്പെടുവാൻ പോകുന്നത്? ആന്ധ്രാപ്രദേശിൽ നിന്നാണ് തെലുങ്കാന രൂപീകരിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സോണിയാഗാന്ധി. 2014 സോണിയാഗാന്ധി ആയിരുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ഇപ്പോഴത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ. മഹാഭാരതം എഴുതിയതാരാണ്? വ്യാസൻ. വേദവ്യാസനാണ് മഹാഭാരതം എഴുതിയത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതാണ് ജയ് ജവാൻ ജയ് കിസാൻ. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന വർണ്ണം ഏതാണ്? കറുപ്പാണ് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന വർണ്ണം. അതുകൊണ്ടാണ് നമ്മൾ കറുപ്പ് ഡ്രസ്സിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂട് കൂടുതലാണെന്ന് തോന്നുന്നത്. എന്നാൽ എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് വെള്ളയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് സിട്രിക് ആസിഡാണ് നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. ലാക്റ്റിക് ആസിഡ് പാലിലടങ്ങിയതും അസറ്റിക് ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയതും ഫോമിക് ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ചെടികൾക്ക് ആവശ്യമുള്ള വാതകം കാർബൺ ഡയോക്സൈഡാണ് പ്രകാശ സംശ്ലേഷണത്തിന് ചെടികൾക്ക് ആവശ്യമുള്ള വാതകം. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പ് ഏതാണ്? അണലിയാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പാമ്പ്. ഡാഷ് ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത്. ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറി അഥവാ രസമാണ് ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ലോഹം. എയ്ഡ്സിന് കാരണമായ രോഗാണു ഡാഷ് വിഭാഗത്തിൽ പെടുന്നു? വൈറസ്. എയ്ഡ്സിന് കാരണമായ രോഗാണു വൈറസ് വിഭാഗത്തിലാണ് പെടുന്നത്. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു കോശത്തിൻ്റെ കേന്ദ്രസ്ഥാനം മർമ്മമാണ് ഒരു കോശത്തിൻ്റെ കേന്ദ്രസ്ഥാനം. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം നൈട്രജനാണ് അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം. മനുഷ്യരിൽ എത്ര ജോഡി ക്രോമോസോം ആണുള്ളത്? 23.
മനുഷ്യരിൽ 23 ജോഡി ക്രോമസോമുകളാണ് ഉള്ളത്. താഴെ തന്നിട്ടുള്ളവയിൽ എന്തിനെയാണ് മണ്ടരി രോഗം ബാധിക്കുന്നത്? തെങ്ങിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് മണ്ടരി രോഗം. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. ലാക്ടോസ് ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര. ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാകാൻ കാരണമാകുന്ന പ്രധാന രാസവസ്തു. ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC എന്നറിയപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കാൻ കാരണമാകുന്ന പ്രധാന രാസവസ്തു. വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചതാരെ? എഡിസൺ. തോമസ് ആൽവ എഡിസൺ ആണ് വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചത്. ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ്. ഡെസിബലാണ് ശബ്ദ തീവ്രത അളക്കുന്ന യൂണിറ്റ്. ആംബിയർ കറണ്ട് അളക്കാനുള്ളതും ജൂൾ താപം അളക്കാനുള്ളതും ഹെഡ്സ് ഫ്രീക്വൻസി അളക്കാനുള്ളതുമാണ്. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. പ്ലൂറാസ്തരമാണ് ശ്വാസകോശങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. പെരികാർഡിയം ഹൃദയത്തെ സംരക്ഷിക്കുന്ന ആവരണമാണ്. അലക്കുകാരത്തിൻ്റെ രാസനാമം ഡാഷാണ്. സോഡിയം കാർബണേറ്റ് ആണ് അലക്കുകാരത്തിൻ്റെ രാസനാമം. മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? 4. മനുഷ്യഹൃദയത്തിന് 4 അറകളുണ്ട്. ഒരു കോപ്പിയോ 2 കോപ്പിയോ കല്ലിൽ എടുക്കുന്നതിന് പകരം പേപ്പറിൽ എടുക്കുന്ന രീതിക്ക് പറയുന്ന പേര്. ഫോട്ടോ പേപ്പറോഗ്രാഫി എന്നാണ് ഒരു കോപ്പിയോ 2 കോപ്പിയോ കല്ലിൽ എടുക്കുന്നതിന് പകരം പേപ്പറിൽ എടുക്കുന്ന രീതിക്ക് പറയുന്ന പേര്. സ്ലം എന്നാൽ എന്ത്? പ്ലേറ്റിൽ നോൺ ഇമേജ് ഏരിയയിൽ മഷി പിടിക്കുന്നത്. ഗം അറബിക് ഏത് മരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്? അക്വേഷ്യ. അസ്ഫാൽറ്റം എന്തിനുപയോഗിക്കുന്നു? പ്ലേറ്റ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ തേക്കാൻ ഉപയോഗിക്കുന്ന നൈട്രേറ്റിൻ്റെയും ഈതറിൻ്റെയും ആൽക്കഹോളിൻ്റെയും മിശ്രിതത്തിന് പറയുന്ന പേര്. കൊളോയിഡർ. ഫോട്ടോസിങ്കോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത് ഏതുതരം ഗ്രൈനിങ് ആണ്? മെക്കാനിക്കൽ. ഫോട്ടോസിങ്കോഗ്രാഫിയുടെ ദൂഷ്യഫലം. പ്രിൻ്റ് എപ്പോഴും നനഞ്ഞിരിക്കണം. സിങ്ക് പ്ലേറ്റിൽ കോട്ടിംഗ് നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. വെർലർ. ഫോട്ടോസിങ്കോഗ്രാഫി കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ജെയിംസ്. PAV യുടെ പൂർണ്ണരൂപം. പോളിവിനൈൽ ആൽക്കഹോൾ. ചാൾസ് ക്ലോസ് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1980. കൂട്ടത്തിൽപ്പെടാത്തത്. ഹെലിക്സോസിങ്കോഗ്രാഫി. ലിത്തോഗ്രാഫിയേക്കാളും ഫോട്ടോസിങ്കോഗ്രാഫിക്കുള്ള പ്രയോജനങ്ങൾ. ഇവയെല്ലാം: കൂടുതൽ പ്രിൻ്റ്, കൊണ്ടുപോകാൻ എളുപ്പം, ഭാരം കുറഞ്ഞത്. ഹെൻറി ജെയിംസ് ഗ്ലാസ് ഹൗസോട് കൂടിയ ഫോട്ടോഗ്രാഫി വിഭാഗം തുടങ്ങിയത് എവിടെ? ഓർണൻസ് സർവേ. HCl അധികമായി എച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ആസിഡ്. നൈട്രിക് ആസിഡ്. ഉപയോഗിച്ച പ്ലേറ്റിൻ്റെ എണ്ണമയം മാറ്റാൻ ഉപയോഗിക്കുന്നത്. ബെൻസീൻ. ആക്ടിനിക് പ്രകാശത്തെ തടയാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് പറയുന്ന പേര്. മാസ്കിംഗ് ഷീറ്റ്. ഫുഡ് നോട്ടായി സിങ്കോഗ്രാഫിഡ് എന്ന് കാണിച്ചാൽ അർത്ഥമാക്കുന്നത്. ഒരിക്കൽ പ്രിൻ്റ് ചെയ്തതിൻ്റെ മുകളിൽ വൃത്തിയാക്കിയിട്ട് വീണ്ടും പ്രിൻ്റ് ചെയ്യുന്നതിന്.
ഡ്രെയിനിങ് സമയത്ത് കല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ്. ക്യാമൽസ് ഹെയർ പെൻസിൽ. ഡയാസോ പേപ്പർ എന്തിനുപയോഗിക്കുന്നു? പ്രൂഫിങ്ങിന്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.